ഇടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് നേരിയ ചെയിനും നല്ല അടിപൊളി പെൻഡൻറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്, ഫിംഗർ റിങ്, എക്സെട്ര എക്സെട്ര അല്ലേ. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളി പെൻഡൻസ് ആണ്. അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും ഉണ്ട്. വെൽക്കം ചെയ്യാണ് ഇതൊക്കെ പരിചയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രീതി മാം. ഹായ് മാം. ഹലോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അത് സാധാരണ ഇത്രയും നേരം ഞാൻ പറഞ്ഞു നേരെ ചെയിനിൽ പെൻഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ചെറിയ പെൻഡൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. ആ ഒരു ധാരണ തെറ്റിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൻഡൻ്റാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ തിളക്കത്തിലൊക്കെ പതക്കം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പിലുള്ള പെൻഡൻ്റാണ് കേട്ടോ. ഈ പെൻഡൻറ്റിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതും നമ്മുടെ കുറച്ച് മയിൽ മോട്ടീഫൊക്കെ വരുന്ന റൂബി എമറാൾഡ്. അതിൻ്റെ സ്റ്റോൺസിനും ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റോൺസ് ശരിക്ക് റിവേഴ്സിലാണ്, അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാം. സ്റ്റോൺസ് വെച്ചിരിക്കുന്ന ഒരു ഇത്തിരി അല്പം റിവേഴ്സ് പോലെയാണ് അതിൻ്റെ സ്റ്റോൺ വരുന്നത്. പിന്നെ ഗെരു 3 ടോണും എല്ലാം അതിനകത്ത് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ, അതായത് ഇതെല്ലാം അല്പം ട്രെൻഡി ആണെങ്കിലും ഈ ഒരു പോർഷൻ കൊണ്ട് മയിൽ മോട്ടീഫും ഈ ഒരു ഗോൾഡൻ ബോൾസും കൊണ്ട് അതിന് ഒരു ട്രഡീഷണലും കൂടെ അങ്ങനെ മിക്സ്. അപ്പം ഇത് ഓപ്പൺ സെറ്റിംഗ് ആണ്, സ്റ്റോൺസ് ഓപ്പൺ സെറ്റിംഗ് ആണ്. ഓപ്പൺ സെറ്റിങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് വന്നിട്ട് അടിഭാഗത്ത് തട്ടി റിഫ്ലക്റ്റ് ചെയ്യും എന്നതാണ്. അപ്പം നല്ല ബ്രൈറ്റ്നെസ് തോന്നിക്കും. പിന്നെ മാം പറഞ്ഞു ഇത് റിവേഴ്സ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ കട്ടിംഗ് ഒക്കെ വരുന്ന അടിയിലാണ്. ഇതിൻ്റെ കട്ടിങ് നമുക്ക് ക്ലോസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കട്ടിങ് മേളിലാണ് വരുന്നത്. കുറച്ചുകൂടി സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ ബ്രൈറ്റ്നെസ്സും അതുപോലെ ആ ഒരു ഷേപ്പൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് സ്റ്റോൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നടുക്ക് ഒരു റൗണ്ട് സ്റ്റോൺ, അതായത് റൂബി കളറിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റ് ഫിനിഷിങ്ങിൽ നിറച്ചും പെറ്റൽസും അതുപോലെ മാം പറഞ്ഞ പോലെ ചെറിയ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മഴത്തുള്ളിയുടെ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെയിം ഇയർ റിംഗ് ആണ്, അതിൻ്റെ സെറ്റായിട്ടുള്ള ഇയർ റിംഗ് ആണ്. സെയിം ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു എന്താ പറയുക ചെയിൻ ആണെങ്കിലും അല്ല കുറച്ച് വലിയ ചെയിൻ ആണെങ്കിലും ഒരു സാരി, ഒരു പ്ലെയിൻ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ്റെ കൂടെയൊക്കെ ഇതിട്ടാൽ ഭയങ്കര ഒരു പവർഫുൾ ലുക്ക് നമുക്ക് തരും. ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബോൾഡ് ലുക്ക് നമുക്ക് തരും. അതാണ് ഇങ്ങനെയുള്ള വലിയ നെക്ക് വെയേഴ്സ് അല്ലെങ്കിൽ പെൻഡൻസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് പെൻഡൻറ്റ് മാത്രമായിട്ടും യൂസ് ചെയ്യാം, അല്ല ഇയറിങ് മാത്രമായിട്ടും യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി വേണമെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഏത് ഒറ്റയ്ക്കിട്ടാലും അല്ലെങ്കിൽ രണ്ടും ഇട്ടാലും സ്റ്റേറ്റ്മെൻറ്റ് ലുക്ക് നമുക്ക് ഉറപ്പാണ് അല്ലേ. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മംഗൾസൂത്ര പെൻഡൻ്റ് ആണ്. അതെ മാം, ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ. അതും ശരിക്കും ഡയമണ്ട് പാറ്റേൺ, എക്സ്ക്ലൂസീവ് ഡയമണ്ട് പാറ്റേണിലുള്ള ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസും ഉണ്ട്, വൈറ്റ് ഗോൾഡ് ചെയ്തതുകൊണ്ട്. ഇത് എന്ന് പറയുമ്പോൾ ഒരല്പം ഹെവി വരുന്ന ഒരു 2 ലെയർ കരിമണി മാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് അല്പം ഗോഡി ആയിട്ട് ഇടാവുന്ന രീതിയിലുള്ള ഒരു പെൻഡൻ്റാണ്. ഫൈൻ ചെറിയ ക്യൂബിക് സിർക്കോണിയ തന്നെയാണ് അതിൽ വരുന്നത്. നമ്മുടെ ഒരു ട്രഡീഷൻ വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിൽ നിന്നും വിട്ടിട്ടുള്ള വേറെ സ്റ്റൈൽസ് അക്സെപ്റ്റ് ചെയ്യുമ്പം നമ്മൾ അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മടിക്കും അല്ലേ. ശരിക്കും ഈ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി മദർ ടങ് ആയിട്ടുള്ള ആൾക്കാരാണ് മംഗൾസൂത്ര ഉപയോഗിക്കുന്നത്. അതായത് കരിമണിയുടെ കൂടെ ഒരു ചെറിയ ഡയമണ്ട് പെൻഡൻറ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ ശരിക്കും അവരുടെ കൾച്ചറാണ്. അത് നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് വന്ന് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്നതന്നെ സൂര്യ TV ആണെന്ന്. കാരണം ഹിന്ദി കുറേ സീരിയൽ ഡബ് ചെയ്യുന്നത് നമ്മുടെ സൂര്യ TV ആണ്. അപ്പോൾ എന്തായാലും അടിപൊളി കരിമണിമാലയുടെ അല്ലെങ്കിൽ മംഗൾസൂത്രയുടെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പെൻഡൻസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ ലെയർ ആയിട്ട് വേണമെങ്കിൽ നെക്ലേസ് ആയിട്ടോ അല്ലെങ്കിൽ സാരിയുടെ കൂടെ കുറച്ച് വലിയ കരിമണിമാലയായിട്ടോ, കരിമണിമാല ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്ത് ഇടാവുന്നതാണ്. അടുത്തത് പറയുകയാണെങ്കിൽ ഒരു വലിയ പാലയ്ക്ക പെൻഡൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്.
അത് ശരിക്കും പാലക്ക കല്ല് വെച്ചിട്ട് നാഗപടം ഷേപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. അതെ അതെ. ഭയങ്കര ഒരു എന്താ പറയാ, ഷെയ്ഡ് ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഷെയ്ഡാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. അതെ, ബ്ലാക്ക് ടോൺ പോലെ വരുന്ന രീതിയിലാണ്. ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ എന്ന് നമ്മളെ കൊണ്ട് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല ഡാർക്ക് ഗ്രീൻ, നല്ല എന്താ പറയാ കട്ടി പച്ച കളറിൽ. അതല്ല അടിയിൽ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രീൻ കളറിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. സാധാരണ ഗ്രീനിനോട് കമ്പൈൻ ചെയ്യുന്നത് ഒരു മജന്ത സ്റ്റോൺ ആണ്, ബട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട്, അതുകൊണ്ടാണ് ഒന്ന് ഒരു ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് തോന്നുന്നതും ആ വൈറ്റ് സ്റ്റോൺസ് അറ്റാച്ച് ചെയ്ത്. പിന്നെ ഇത്രയും വലിപ്പത്തിൽ ചെയ്തിരിക്കുന്നല്ലോ, വലിയ സ്റ്റോണാണ്. നല്ല നല്ല രസമായിട്ടുണ്ട് കാണാൻ. പിന്നെ എൻ്റെ അമ്മോ, ഇതെന്താണ് സംഭവം? മയില. ഏതായാലും നമ്മൾ സാരിയിലെല്ലാം മയിൽ മോട്ടീഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സെയിം നമുക്ക് റൂബി, എമറാൾഡ്, ഡയമണ്ട് പോലെയുള്ള സിർക്കോൺ സ്റ്റോൺസും കൂടെ ചേർന്നിട്ട് ശരിക്കും അത് നോക്കിയാൽ അറിയാം ഒരു റിയൽ മയിൽ, ശരിക്കും ഒരു റിയൽ മയിൽ ഇങ്ങനെ പീലി വിരിച്ച്. അതെ, അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫീലാണ് മയിൽ. അങ്ങനെ ആ ഒരു അല്പം ഹെവിയാണ്. അതിൻ്റെ എല്ലാ വലിപ്പവും ഉണ്ട്, തീരെ ചെറുത് മുതൽ വളരെ ചെറിയ വലിപ്പം മുതൽ ഇതിൽ ഹെവി ആയിട്ടുള്ളതും ഉണ്ട്. എല്ലാ കളേഴ്സിലും ലഭിക്കും, എല്ലാ കളേഴ്സിലും വേറെ സ്റ്റോൺസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ചെയ്തിരിക്കുന്നത് റൂബി, എമറാൾഡ്, അതുപോലെ വൈറ്റ് സ്റ്റോൺസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വേറെ കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ കാണുന്ന എല്ലാ പെൻഡൻസ് ആണെങ്കിലും നെക്ക് വൈസ് ആണെങ്കിലും പല പല എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പല പ്രോഡക്റ്റിലും സ്റ്റോണിൻ്റെ കളർ നിങ്ങൾക്ക് വേറെ വേണം, നിങ്ങളുടെ കല്യാണത്തിൻ്റെ സാരി വേറെയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷണൽ വെയർ ഡ്രസ്സിൻ്റെ കളർ വേറെയാണ്, നിങ്ങൾക്ക് ആ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി മയിലിനെ കണ്ടു. ഇനി നമ്മൾ ഒരു വെറൈറ്റി സാധനമാണ് കാണാൻ പോകുന്നത്. എന്താ മോനെ ഇതൊക്കെ ഇപ്പം എന്താ? ഇതിൻ്റെ പേരെന്താ? അത് ശരിക്കും ഒരു ഡയമണ്ട് പാറ്റേൺ, ഒരു ശരിക്കും ബോൾ പോലെ ഡ്രോപ്പ് ഷേപ്പിൽ ചെയ്തിരിക്കുന്നു മാത്രം. തിന്നായിട്ടുള്ള അത് തിൻ ചെയിനിൽ ഇട്ടിട്ടുണ്ടല്ലേ ഡയമണ്ട്, വളരെ നല്ല രസമായിരിക്കും. അതെ, ഫുള്ളായിട്ട് ഡയമണ്ട്, ചെറിയ ഡയമണ്ടും അതുപോലെ അതിൻ്റെ പ്രോങ്സ് വരുന്നത് ഗോൾഡൻ കളറിലായിട്ട്. അതുകൊണ്ടൊരു എന്താ പറയുക, നമ്മുടെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ആ ഒരു ഷെയ്ഡില്ലേ, ഗോൾഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്ന അതുപോലത്തെ കളറാണ്. ഇതിപ്പോൾ എന്തിൻ്റെ കൂടെ നമുക്കിടാം, ഇനിയിപ്പോൾ ഗൗണിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിടാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിറച്ചും വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഹോളോ പെൻഡൻ്റ് ആണ്, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചെറിയ സ്പൈറൽ വർക്ക്സ് വെച്ചിട്ട് ബാക്കിലും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, ടീഷർട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇടാം, സാരിയുടെ കൂടെ ഇങ്ങനെ ഇടാം. ഇതൊക്കെ അത്രയേ ഉള്ളൂ, നമ്മളങ്ങ് ഇടും അല്ലേ. അപ്പം നല്ല ഡിസൈൻ, നല്ല സ്പാർക്ലിംഗ് ആണ് കേട്ടോ. നല്ലൊരു, ഇവിടെ ഇത്രയും കണ്ട കളക്ഷനിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഗോൾഡിനെ പോലെ തോന്നിക്കുന്ന ജ്വല്ലറി ആണെന്ന് പറഞ്ഞാൽ ഗോൾഡ് മാറി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ്. രുദ്രാക്ഷവും ഡമരു അല്ലെ, ഇതിന് എനിക്ക് തോന്നുന്നു മാമിന് തീർച്ചയായിട്ടും എന്തോ ഒരു കഥ ഇതിന്റെ. അതെ, തീർച്ചയായിട്ടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ രുദ്രാക്ഷം വെച്ചിട്ട് ശിവസ്വരൂപമായിട്ട്, ഇത് തൃശ്ശൂർ പൂരം സിനിമയ്ക്ക് വേണ്ടി ജയസൂര്യക്ക് ഇതിന്റെ സെറ്റായിട്ട് രുദ്രാക്ഷം മാലയും അതിന്റെ പെൻഡന്റ് ആയിട്ട് ചെയ്തതാണ്. ഒരു വെറൈറ്റി. അതെ, അതിലും അതെ. അപ്പൊ നിങ്ങൾ തൃശ്ശൂർ പൂരം സിനിമയിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ, നമ്മുടെ എനിക്ക് തോന്നുന്നു അടിക്കാൻ പോകുന്ന ഏതൊക്കെയോ സീനിൽ ഇങ്ങനെ രുദ്രാക്ഷം തൂങ്ങി കിടക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാലയില് ലോക്കറ്റായിട്ടും അതുപോലെ കയ്യില് ബ്രേസ്ലെറ്റിൽ വന്നിട്ട് സെയിം പെൻഡന്റും അതുപോലെ മാച്ചിങ് ആയിട്ട് നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അപ്പൊ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. എന്നിട്ട് ആ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഓടി ഇങ്ങ് പോരെ കേട്ടോ, നമുക്കിത് മേടിക്കാവുന്നതാണ്. അപ്പൊ മാം ഇത് എന്താണ് ഇതിന്റെ മേളില്? ശിവ അല്ല, ഇത് ഓമാണ് വരുന്നത്. ഓക്കെ, ഓമാണ് ഇങ്ങനെ. അതെ അതെ അതെ. എന്തായാലും നല്ല ശൂലം രണ്ട് രീതിയിലും അതിനെ എങ്ങനെ വേണേലും എടുക്കാം. ശൂലത്തിന്റെ ആ ഒരു, അതെ, ശരിക്കും ശിവന്റെ ആണല്ലോ ഡമരു വരുന്നത്. ഡമരു, രുദ്രാക്ഷം. ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓമാണ്. അല്ല, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ശിവലിംഗവും അതുപോലെ ഒരു ഡമരുവും രുദ്രാക്ഷവും ഒക്കെയാണ്. ഭയങ്കര വേറെ ലെവലാണ്. നമ്മൾ പൊളിയാണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത കാര്യം പറയാം. ഒരു ഓം പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോ ലേഡീസിന്റെ കളക്ഷൻ ആണോ ജെൻസിന്റെ കളക്ഷൻ ആണോ? രണ്ടുപേർക്കും ഇടാൻ തോന്നുന്നു. രണ്ടുപേർക്കും ഇടാം. എങ്കിലും ജെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡിൽ വേറെ ഓം ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ഓം വരുന്നുണ്ട്. ഇത് കൂടുതലും ലേഡീസ് ആണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ജെൻസും വെറൈറ്റി ആയിട്ട് ചിലപ്പോൾ
അങ്ങനെ യുണീക്കായിട്ടുള്ള ആഗ്രഹിക്കുന്നവർ ഇത് ചോദിച്ചു കൊടുക്കാറുണ്ട്. എല്ലാം ഫൈൻ ചെറിയ ചെറിയ സ്റ്റോൺസിൽ ചെയ്യുന്നതാണല്ലോ. ഇതിനകത്ത് വന്നിട്ട് ഒരു ഓം ഉണ്ട്, അതുപോലെ ഓമിൽ ക്രോസ് ആയിട്ട് ഒരു ത്രിശൂലം ഉണ്ട്. ഇനി ഇതിൻ്റെ നടുക്കുള്ള ഡോട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ശിവലിംഗത്തിൻ്റെ ചെറിയ സ്കൾപ്ചർ വെച്ചിട്ടാണ്. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതിപ്പം എന്താ പറയുക, പ്ലെയിൻ ഗോൾഡൻ ചെയിനിൽ ജെൻസ് ഇട്ടാലും അത് ലേഡീസ് ആണെങ്കിലും ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേർക്കും നല്ല ട്രെൻഡി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചിട്ടാണെങ്കിലും ഇടാം അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്താ പറയുക, അമ്പലത്തിലേക്കും അല്ലെങ്കിൽ പൂജാമുറിയിലേക്കും വരെയുള്ള ഓർണമെന്റ്സ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ്, ലോഹ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പൂജിച്ചിട്ട് ഇടാനും ഒക്കെ പോസിബിൾ ആണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. മയിലായിട്ടും കുയിലായിട്ടും ട്രഡീഷണൽ ആയിട്ടും മോഡേൺ ആയിട്ടും പാലക്കാട്, എൻ്റെ ദൈവം പറഞ്ഞാൽ തീരാത്ത അത്ര കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പെൻഡൻസ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരെണ്ണം അല്ല, അതിലധികം ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ചിലപ്പോൾ കെട്ടിയന്മാരെടുത്തിട്ട് കിട്ടും, അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ ചീത്ത പറയും. നമുക്ക് സമയം പോലെ തഞ്ചത്തിന് നോക്കിയിരുന്ന് മേടിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കി വെക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഷോറൂമിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. മാത്രമല്ല, ഈ കാണിച്ചിട്ടുള്ള പെൻഡൻസ് ഒക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കണ്ടന്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.